നൂതനമായ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു കാത്ത് ലാബാണ് ഇപ്പോൾ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഉള്ളത്. അതിൽ നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു 7-8 ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ഒരു മാസത്തിൽ 40 മുതൽ 50 വരെ ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പേസ് മേക്കറുകൾ ഏകദേശം ഒരു 3-4 പേസ് മേക്കർ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. പേസ് മേക്കർ കൂടാതെ CRT എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പമ്പിങ്, ഹൃദയപരാജയമുള്ളവർക്ക് നൂതനമായ ഒരു പേസ് മേക്കർ സംവിധാനമാണ് CRT. അതും ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 200-250ഓളം OP കാറ്റർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കാർഡിയോളജി വിഭാഗം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരള സർക്കാർ പണിത ഒരു ഇതാണ് നമ്മുടെ കാത്ത് ലാബ്. ഈ കാത്ത് ലാബ് സാധാരണ ജനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാണ്. കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ജനിച്ച ഫേമസായ സ്പോർട്സ് പേഴ്സണാണ് ഒളിമ്പ്യൻ സുരേഷ് ബാബു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരുപാട് മെഡലുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. സ്റ്റേഡിയം ഇത് കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് SM കോളേജിനോട് ചേർന്ന് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബോയ്സ് ഹോസ്റ്റലുണ്ട്, അതേപോലെ ടെന്നീസ് കോർട്ടിനോട് ചേർന്നിട്ടൊരു ചേഞ്ച് റൂം ഉണ്ട്. ഇത് കിഫ്ബി പ്രോജക്റ്റാണ്. ഇൻഡോർ സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഏറ്റവും നല്ലത്, വിശേഷിച്ച് പുതിയ തലമുറയ്ക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ഈ നാടിൻ്റെ ഗുണം തന്നെയാണ്. ഇത് ടോട്ടൽ 33.9 ക്രോറിൻ്റെ പ്രോജക്റ്റാണ്. അതിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 29 ക്രോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ്. ബാക്കിയുള്ളൊരു 4.3 ക്രോറിൻ്റെ വർക്കാണ് ബാലൻസ് ഉള്ളത്. അതിപ്പോൾ ഓൺഗോയിങ് ആണ്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വർക്കുകളാണ് കുറച്ച് ബാക്കി ബാലൻസ് ഉള്ളത്. ബാക്കി ഓൾമോസ്റ്റ് വർക്ക് ഇൻറ്റീരിയറിൽ ഇനി ആകെയുള്ളത് മെലാമിൻ പോളിഷ് എന്ന് പറഞ്ഞിട്ട് കളിക്കാനായിട്ടുള്ള ഈ ഫ്ലോറിൻ്റെ വർക്കും അതേപോലെ ഫിനിഷിംഗ് വർക്കിൽ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ആണ്. ഈ ഒരു സ്റ്റേഡിയം വരുന്നത് കൊണ്ട് എന്തുകൊണ്ട് പുതിയൊരു തലമുറയ്ക്ക് വളരെ നല്ലതാണ്. മാത്രമല്ല ഇതിലൂടെ ഒരുപാട് കച്ചവടക്കാർക്ക് ബിസിനസ് പരമായി നല്ലൊരു ഉന്നമനത്തിന് കാരണമാവുകയും ചെയ്യും.